എല്ലാ സാധാരണക്കാരും ഓതിയിരിക്കേണ്ട ഒരു കിതാബാണ്. അതിലുള്ള ആശയങ്ങൾ നമ്മുടെ ഖൽബിനെ ശുദ്ധീകരിക്കുന്ന ആശയങ്ങളാണ്. സാധാരണക്കാരായ ആളുകൾക്ക് നല്ലൊരു ചാൻസാണ്. ഒരു 30 ക്ലാസ് പങ്കെടുക്കുന്നതോടുകൂടി ഒരു കിതാബ് ഓതി തീർക്കുകയാണ്. അതിനാഴ്ചയിൽ ഒരൊറ്റ ദിവസം ഒരു 40 മിനിറ്റ് മാത്രമേ അതിന് ചെലവഴിക്കേണ്ടതുള്ളൂ. അത് ഗൗരവത്തോടെ കണ്ട് എല്ലാ സ്ഥലങ്ങളിലും അതാത് പ്രദേശങ്ങളിലുള്ള ആളുകളെ പരമാവധി പങ്കെടുപ്പിച്ച് ആ ക്ലാസ് നമ്മൾ നടത്തണം എന്നാണ് ഒന്ന് പറയാനുള്ളത്. ആ ക്ലാസ് മടുപ്പിക്കുന്ന രൂപത്തിലാകരുത്, അതൊരു പിരിവെടുക്കാനുള്ള വേദിയാകരുത്. ക്ലാസ്സിന് വരുന്നവർക്ക് ദർസ് മാത്രം, അനാവശ്യങ്ങളൊന്നും സംസാരിക്കരുത്. മറ്റാരെയും കുറ്റം പറയാനോ വേറെ ആരെങ്കിലും വേദനിപ്പിക്കാനോ ഒന്നുള്ളതല്ല നമ്മളെ ക്ലാസ്. മറിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഉസ്താദ് അവറുകൾ രചിച്ച ആ മഹത്തായ ഗ്രന്ഥം നമ്മുടെ എല്ലാവരുടെയും, ക്ലാസ് എടുക്കുന്നവരുടെയും കേൾക്കുന്നവരുടെയും ഒക്കെ മനസ്സ് ക്ലിയറാകാനുള്ള ഒരു ഗ്രന്ഥമാണ്. അത് എല്ലാവരും, അത് കിതാബ് ഓതുന്നവർ, സദസ്സിൽ പങ്കെടുക്കുന്നവരെ കൊണ്ടൊക്കെ ഓരോ കിതാബ് വാങ്ങിപ്പിക്കണം. ഒരു കിതാബ് നോക്കി തന്നെ ഓതണം, കിതാബ് വായിച്ച് ദർസ് നടത്തണം. പക്ഷേ നമ്മൾ മുതഅല്ലിമീങ്ങൾക്ക് എടുക്കുന്നത് പോലെ അതിന്റെ തഅല്ലുക്ക് എവിടെയാണ്, അതിന്റെ തർക്കീബ് എന്താണ്, അതിന്റെ ഓരോ വാക്കിന്റെയും ലുഗത്തർത്ഥം എന്താണ്, അങ്ങനെയൊന്നും പറയേണ്ടതില്ല. ആശയം മാത്രം പറഞ്ഞങ്ങ് പോയാൽ മതി. ഓരോ വരി വായിക്കുക, അതിന്റെ ആശയം പറഞ്ഞു കൊടുക്കുക. അങ്ങനെയുള്ള ഒരു നാടൻ ദർസാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദർസിൽ പങ്കെടുത്തിരുന്ന മുതഅല്ലിമീങ്ങളിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ പ്രായമുള്ള സഹാബികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രായം ദർസിൽ പങ്കെടുക്കുന്നതിന് ഒരു വിഘാതം അല്ല എന്ന് നമ്മളുടെ മനസ്സിൽ ഓർമ്മ വേണം. എല്ലാവരെയും പങ്കെടുപ്പിക്കുക എന്നതാണ് നമ്മുടെ വിജയം. എല്ലാവരും ആ കിതാബ് ഓരോ പ്രദേശത്തുമുള്ളവർ ഓതുക, അതാണ് വിജയം. അതിന്റെ 31ാമത്തെ ക്ലാസ്, അതിന്റെ ഖാത്തിമത്ത് ഇൻഷാ അല്ലാഹ് ശൈഖുന ഉസ്താദ് അവറുകൾ മലപ്പുറത്ത് നമ്മുടെ വാദി ഹറമൈനിൽ വെച്ച് എല്ലാവർക്കും ഓതിത്തരും. അതോടുകൂടി അതിന്റെ പരിസമാപ്തി കുറിക്കും. പിന്നെയും നമുക്ക് ആ നാട്ടു ദർസ് തുടരാം. ഇതിപ്പോൾ സെന്റിനറിയോടനുബന്ധിച്ചുള്ള ഒരു വലിയൊരു തുടക്കമാണ്. എന്നും ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. വേറെ ഏത് വിഷയത്തിന് സമയം ചെലവഴിക്കുന്നതിനേക്കാളും അള്ളാഹുവിന്റെ അടുക്കൽ പുണ്യകർമ്മം ഇൽമുമായി ജോലിയാകുന്നതാണ്. അതുകൊണ്ട് കിതാബ് ഓതിയവർ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ ഇമാം മുസനി റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് റിസാല എന്ന കിതാബ് 500-ലധികം തവണ ആവർത്തിച്ച് ഓതിയിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. കിതാബുൽ മുവത്ത ഇമാം മാലിക് റളിയല്ലാഹു അൻഹു രചിച്ച മഹത്തായ ഗ്രന്ഥം മനപ്പാടമാക്കിയതിനു ശേഷമാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ദർസിലേക്ക് വന്നത്. അവിടെയും വീണ്ടും മാലിക് ഇമാമിന്റെ ആ കിതാബ് ഓതാനാണ് നിർദ്ദേശം കിട്ടിയത്. അത് ഓരോ പ്രാവശ്യവും ആ ദർസിൽ പങ്കെടുക്കുമ്പോൾ പുതിയ പുതിയ ഇൽമ് എനിക്ക് കിട്ടി എന്നാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതുകൊണ്ട് ഇൽമുമായുള്ള ഇടപെടൽ അത് ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.